മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് പൊന്നാനി ലോക്സഭാ എം പി കൂടിയായിട്ടുള്ള ഡോക്ടർ എം.പി. അബ്ദുസ് സമദ് സമദാനിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ഒരു ഭാഗത്തെ വിമാന സർവീസുകൾ, എയർ ഇന്ത്യയുടെ വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കിയതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കിടയിൽ വലിയ പ്രതിസന്ധി അത് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു വിഷയങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ട് ഇടപെടുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. പുതുതായിട്ട് ഏകദേശം 75-ലധികം സർവീസുകളാണ് എയർ ഇന്ത്യ വെട്ടിച്ചുരുക്കാൻ പോകുന്നത്. അതായത് കേരളത്തിലെ വിവിധയിടങ്ങളിൽ, കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് നടത്തിയിരുന്ന സർവീസുകൾ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണ് ഒരു വിഷയം കാണുന്നത്. അല്ല, ഇത് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മലയാളികളോടുണ്ടായിട്ടുള്ള, വിശേഷിച്ചും മലയാളികളായ പ്രവാസികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇരുട്ടടിയാണ്. ഇങ്ങനെ പലപ്പോഴും എയർ ഇന്ത്യ പെരുമാറിയിട്ടുണ്ട്. ആ ഓരോ ഘട്ടത്തിലും നമ്മൾ ജനപ്രതിനിധികൾ, എം പിമാർ, മറ്റുള്ള എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളെല്ലാം അധികൃത കേന്ദ്രങ്ങളിൽ ഇത് അവതരിപ്പിച്ചു പോകുന്നതാണ്. ഓരോ സമയത്ത് ഓരോ ന്യായം പറയും. ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു, കുറച്ച് എക്സ്പ്രസ് സർവീസെങ്കിലും. ഈ എക്സ്പ്രസ് സർവീസ് കൊണ്ടുവരാൻ ആദ്യമായി രാജ്യസഭയിൽ ഇടപെട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അത് വലിയൊരു ആശ്വാസമായിരുന്നു, വലിയ ആശ്വാസമായിരുന്നു ഈ എക്സ്പ്രസ് സർവീസ്. അങ്ങനെ പോവായിരുന്നു. അതിൻ്റെ ഇടയിൽ പല സർവീസും ഇടക്കാലത്ത് നിർത്തലാക്കി. കോഴിക്കോട് എന്നുള്ള ഒരു ഡൽഹി ഒരുപാട് ശ്രമിച്ചിട്ടും തുടങ്ങാൻ പോവാണ്, പുനരാരംഭിക്കുമെന്ന് പറഞ്ഞ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ വളരെ അത്ഭുതകരമായ രീതിയിൽ ഒരു ഷോക്ക് പോലെ വന്നിരിക്കുന്നത്. ഇത്രയേറെ സർവീസുകൾ ഒറ്റയടിക്ക് എത്ര യാത്രക്കാരെ ബാധിക്കും? ഇതിനെന്താ ന്യായം? ഞാൻ ഇതിന് സിവിൽ ഏവിയേഷൻ മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അതിലാവശ്യപ്പെട്ടിരിക്കുന്നത് പുനരാരംഭിക്കണമെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയേറെ സർവീസുകൾ നിർത്താൻ തരക്കേടില്ല, ഇവർക്ക് വല്ല ലാഭകരമല്ലെങ്കിൽ. ഇപ്പോൾ എല്ലാം കരിപ്പൂർ പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വരുമാനം തരുന്നൊരു വിമാനത്താവളത്തിൻ്റെ ഒരു കേസിൽ ഏകദേശം 25-ലധികം സർവീസുകൾ കരിപ്പൂരിനെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നന്നായി, വളരെ നന്നായിട്ട് പാസഞ്ചേഴ്സ് മൂവ്മെൻ്റുള്ള, നല്ല പാസഞ്ചേഴ്സ് മൂവ്മെൻ്റുള്ള വിമാനത്താവളങ്ങളാണ് നമ്മുടെ വിമാനത്താവളങ്ങൾ. മലബാറിലാണെങ്കിലും കേരളത്തിൽ മറ്റുള്ളതാണെങ്കിലും കരിപ്പൂരിൻ്റെ ഒക്കെ കാര്യം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കച്ചവടമാണല്ലോ ഇപ്പോൾ എല്ലാം. ഇപ്പോൾ ഒരു വല്ലാത്ത കച്ചവടമാണ്. അപ്പോൾ ഇത് ഈ നേരത്തെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എയർ ഇന്ത്യ ഇരുന്നപ്പോൾ ഒരു ആശ്വാസമെങ്കിലും ഉണ്ടായിരുന്നു. മന്ത്രിമാരൊക്കെ ചെന്ന് കാണുമ്പോൾ ഒരു ദേശീയ എയർലൈൻ എന്ന നിലയിലുള്ള നമുക്ക് ജനപ്രതിനിധികളൊക്കെ പറയാൻ അധികൃത സ്ഥാനങ്ങളിൽ ഗവൺമെൻറ് മുമ്പ് പറയാനുള്ള ഒരു ഇടം, ആ സ്പേസ് ഇപ്പോൾ ഇല്ലാത്ത മട്ടിലാണ്. ചെന്നാൽ അവർ ഏത് പ്രൈവറ്റ് എയർലൈൻ പോലെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള മട്ടിൽ. പക്ഷേ ഒരു വിമാന സർവീസിനെയും ഇങ്ങനെ കയറി ഊരി വിടരുത്. ഇത് അധികൃതർ ശ്രദ്ധിക്കണം, സർക്കാർ ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ സിവിൽ ഏവിയേഷൻ വകുപ്പ് അധികൃതർ ഇതിൽ വളരെ അടിയന്തരമായിട്ട് ഇടപെടണം. ലാഭമുണ്ട്, നമ്മുടെ പ്രവാസികളെ പിഴിഞ്ഞിട്ടുള്ളവരാണ്. ഓരോ ഘട്ടത്തിലും അവരുടെ വരുമാനം നമ്മുടെ സമ്പദ്ഘടനയെ സമ്പന്നമാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആകെ അവർക്കുള്ളത് ഈ ഒരു യാത്രയാണ്, ബാക്കിയൊന്നും അവർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. ആ യാത്രക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു വിമാനം കൂടി റദ്ദാക്കി അവരെ കഷ്ടപ്പെടുത്തുന്ന, കണ്ണീരിലാഴ്ത്തുന്ന നടപടിയാണ് ഈ വിമാന സർവീസ് നടത്തുന്നവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഈ സർവീസ് പുനരാരംഭിക്കണം, ഇതിന് നടപടി സ്വീകരിക്കണം, വിശദീകരണം ആവശ്യപ്പെടണം കേന്ദ്ര സർക്കാർ ഈ എയർലൈൻസുകളോട് എന്നാണ് എൻ്റെ. ഇത്തരം വിഷയങ്ങൾ നേരത്തെയും അങ്ങ് ഉൾപ്പെടുന്ന ആളുകൾ ഇടപെടാറുണ്ട്. സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രതിഫലിച്ച് തന്നെ അവർ തീരുമാനം മാറ്റാറുമുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിലും നമുക്കത് പ്രതീക്ഷിക്കാം. നമുക്ക് സമ്മർദ്ദം ചെലുത്തണം. തീർച്ചയായിട്ടും കൂട്ടായ സമ്മർദ്ദം വേണം. ഇതിൽ നമ്മുടെ എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ കുറേയൊക്കെ അനുവദിക്കപ്പെട്ട് പോരാറുണ്ട്. തീർച്ചയായും സമ്മർദ്ദങ്ങൾ, ജനാധിപത്യ വ്യവസ്ഥയാണ്. നമ്മൾ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ആർക്കും ചെയ്യാനൊന്നും കഴിയില്ല. അതൊക്കെ ഒരു സിസ്റ്റം അല്ലേ, ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ്. സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ ബന്ധപ്പെട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ മാത്രമല്ല, വിദേശത്തുള്ള നമ്മുടെ പൗരന്മാരെ സംരക്ഷിക്കുക, അവർക്കൊരു യാത്രാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു പരിഷ്കൃത ഗവൺമെൻറ്റിൻ്റെ ഒരു ഏറ്റവും വലിയ ബാധ്യതയാണ്. അത് ഇത്രയേറെ സർവീസ് നിർത്തലാക്കുമ്പോൾ, പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ ഒന്നിച്ച് കുടുംബസമേതമൊക്കെ വരാൻ വേണ്ടി പ്രവാസികളെ മാത്രമല്ല, എല്ലാവരെയും ബാധിക്കും. ആഭ്യന്തര സർവീസിലെ യാത്രക്കാരുണ്ടല്ലോ ധാരാളം. ഇപ്പോൾ ഡൽഹിയിലെ എയർ ഇന്ത്യ വിമാനത്തിലൂടെ നമ്മളെ കുട്ടികൾ ഇഷ്ടം പോലെ ഡൽഹിക്ക്, ചിലപ്പോൾ ട്രെയിനിൽ പോലും ടിക്കറ്റ് ഉണ്ടാവില്ല, വിമാനത്തിൽ പോകാൻ കഴിഞ്ഞിട്ടല്ല, എന്നാലും നിർബന്ധിതമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സർവീസ് ഉപയോഗിച്ചിരുന്നു. നല്ല യാത്രക്കാരുണ്ടായിരുന്നു. ഉടനെ നിർത്തി. അന്ന് ഡൽഹിയിലെ ഈ എയർ ഇന്ത്യയുടെ ചീഫിനെ വരെ ബന്ധപ്പെട്ട ഒരു എം പിയാണ് ഞാൻ. അപ്പോൾ വളരെ ഇതായിട്ട് മറുപടി പറഞ്ഞു. വളരെ ഇതായിട്ട് നമ്മൾ ഉടനെ കുറച്ച് എയർക്രാഫ്റ്റ് വാങ്ങാൻ പോവാണ്. അന്ന് എന്നോട് പറഞ്ഞ മറുപടിയാണ്, എയർക്രാഫ്റ്റിൻ്റെ ലഭ്യത കുറവാണ്, വാങ്ങിയാൽ പുനരാരംഭിക്കും. എത്ര മാസമായി?
അത് ഞാൻ മലപ്പുറത്തിന് MP ആയിരുന്ന കാലത്താണ്. അങ്ങനെയുള്ള ഇപ്പോഴും നമ്മൾ അതിനുള്ളതായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നമ്മളെല്ലാവരും കൂട്ടായിട്ട് അതിൽ ശ്രമിക്കണം. ഒരിക്കലും ഇതിനെ അനുവദിക്കരുത്. ഇതിന് അധികൃത തലത്തിലും എല്ലാവിധ ആവശ്യങ്ങളും ഉയരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഒരു വിഷയം ഇടപെടൽ നടത്തും. അത് പിൻവലിക്കാൻ പാകത്തുള്ള ഇടപെടലുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അബ്ദുസ് സമദ് സമദാനി നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നജീബിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.